സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ കേരളം വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പിന്നെ RSSകാരും ഇവിടെയുള്ള വേറെന്താണ് മത തീവ്രവാദികളും കൂടെ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. RSSകാർക്ക് എന്തുമാകാം, ക്രിസംഖികൾ അതിന് സപ്പോർട്ടാണ്. അപ്പോ പ്രശ്നമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയില് 100 വർഷമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശിവക്ഷേത്രം താഴിട്ട് പൂട്ടി. അപ്പൊ താഴിട്ട് പൂട്ടിയെങ്കിൽ അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് നിന്നാണ് ഈ ഹിന്ദു സംരക്ഷണ സേനയും ബാക്കി RSS സംഘപരിവാർ സംഘടനാ നേതാക്കന്മാരും എല്ലാവരും സംസാരിക്കുന്നത് അതിനകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ക്ഷേത്രം താഴിട്ട് പൂട്ടി. അപ്പൊ കള്ളം പറയുന്ന ഈ പിന്നെ ചാനലുകളായിരുന്നാലും അവിടെ നിന്ന് സംസാരിക്കുന്ന ഈ ഹൈന്ദവ ഭീകരന്മാരായ നേതാക്കന്മാരായിരുന്നാലും നിങ്ങൾ ഈ മനുഷ്യരുടെ അടുത്തല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? മനുഷ്യരിത് കാണില്ല. എന്ന് മൃഗങ്ങളാണ് കാണുന്നത്. മൃഗങ്ങളാണ് കാണുന്നതെങ്കിൽ ശരി, ശിവക്ഷേത്രം പൂട്ട് ഇട്ട് കേട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അകത്ത് നിൽക്കുന്നത് എവിടെ കൂടെ കയറി? നിങ്ങൾ ചാടിക്കയറിയ പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഭീകര സംഘടനയായ SDPI ഭീകര സംഘടനയാണ്. എങ്ങനെയാണ് ഭീകര സംഘടനയായത്? ഏത് രീതിയിലാണ്? അതായത് മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഏത് സംഘടനയും ഭീകര സംഘടനയാണ്. RSSകാരും BJPക്കാരും ആളുകളെ തലവെട്ടുകയും കൈവെട്ടുകയും കാല് വെട്ടുകയും നിങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണത്തില്ല എന്ന് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്ന ഭീകരന്മാരായ RSSകാരും സംഘപരിവാറുകാർക്കും എന്തുമാകാം. നഗരസഭാ സെക്രട്ടറിയെ, നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിയെ SDPക്കാർ ഭീഷണിപ്പെടുത്തി. എന്തിന്? അത് ഗവൺമെന്റ് ഭൂമിയാണ്, സർക്കാർ ഭൂമിയാണ്, നഗരസഭാ ഭൂമിയാണെന്ന് പറഞ്ഞ് അങ്ങനെ തിട്ടൂരം എടുപ്പിച്ചു, നോട്ടീസ് കൊടുത്തു, അവർ കൂട്ടി. എന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ? തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ നെയ്യാറ്റിൻകര SDPക്കാർ എന്ന് പിന്നെ ഭീഷണിപ്പെടുത്തി നഗരസഭാ സെക്രട്ടറിയെ കൊണ്ട് അവിടെ പൂട്ടിടിച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ഇപ്പൊ ജനം TV ആയിരുന്നാലും ഷേഖ്ന ന്യൂസ് ആയിരുന്നാലും മറുനാടൻ മലയാളി ആയിരുന്നാലും ഇനി ഏതൊക്കെ തെണ്ടി തിരിഞ്ഞവന്മാരായിരുന്നാലും ശരി, കള്ളം പറയുന്നതിനൊരു മര്യാദയുണ്ട്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത്. SDPക്കാർ ഭീഷണിപ്പെടുത്തുമ്പോ നഗരസഭാ സെക്രട്ടറി എന്ന് ക്ഷേത്രം പൂട്ടും. അത് എവിടെയാണ്? ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പൊ ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞ് ഈ നാടിനെ കുട്ടിച്ചോറാക്കരുത്. നിങ്ങൾ ഇലക്ഷന് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പരിപാടി, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനൊക്കും എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ